എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. cap.mgu.ac.in/ugcap 2025/login.jsp എന്നുള്ള പേജിലൂടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓണേഴ്സ് ബിരുദ ഏകജാലം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായിട്ടുള്ള ഒന്നാം പ്രത്യേക അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ജൂലൈ 7-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. ജൂലൈ 7 എന്ന് പറയുമ്പോൾ ഇനി ഏകദേശം ഇന്ന് 4-ാം തീയതിയാണ്. അപ്പോൾ ഇനി 3 ദിവസമാണുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ചക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ടുള്ളത് MG സർവകലാശാലയുടെ അഫിലിയേറ്റ് കോളേജുകളിൽ നടത്തപ്പെടുന്നതായ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായിട്ടുള്ള ഒന്നാം പ്രത്യേക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 2025 മുമ്പായിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. മുൻ അലോട്ട്മെൻറ്റുകളിൽ താൽക്കാലിക പ്രവേശനം എടുത്തിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും ഈ ജൂലൈ 7-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. നിശ്ചിത തീയതിക്ക് മുമ്പായിട്ട് പ്രവേശനം നേടാത്തവരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതാണ്. ഒന്നാം പ്രത്യേക അലോട്ട്മെൻറ്റ് ലഭിച്ചവർ സ്ഥിര പ്രവേശനത്തിനുള്ള സൗകര്യം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഒന്നാം പ്രത്യേക അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം അനുവദിക്കുന്നതല്ല. 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനം എടുത്തിട്ടുള്ളവർ പ്രത്യേക അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കുകയും അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരക്കാർ നിർബന്ധമായിട്ടും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച പ്രോഗ്രാം അല്ലെങ്കിൽ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഒന്നാം പ്രത്യേക അലോട്ട്മെൻറ്റിനോടൊപ്പം ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്ത സീറ്റുകളിലേക്കും എയ്ഡഡ് കോളേജിലെ കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റുകളിലേക്കുമുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 2025 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് കോളേജിൽ ബന്ധപ്പെട്ട് പ്രവേശനം നേടേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ SC/ST അല്ലാതെ ജനറൽ കാറ്റഗറി, അതുപോലെ തന്നെ SC/BC, OBC, OEC, അതുപോലെ തന്നെ OBH, അതുപോലെ EWS എന്നിങ്ങനെ ജനറൽ കാറ്റഗറി, അതുപോലെ പല വിദ്യാർത്ഥികളും ഇതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് cap.mgu.ac.in/ugcap 2025/login.jsp എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അവിടെ ലോഗിൻ ഹിയർ എന്ന് പറഞ്ഞു കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നിങ്ങളവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ 50 രൂപയാണ് ഫീസ്. അതുപോലെ തന്നെ നിങ്ങൾ ജനറൽ കാറ്റഗറി SC/BC, OBC, OBH അതുപോലെയുള്ള വിവിധ വിഭാഗങ്ങൾ ആണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത് അതായത് 1575 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഇത്രയും, അതായത് ഈ ഒരു SC/ST ആണെങ്കിൽ 50 രൂപയും ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് 1575 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ആ ഒരു ഫീസ് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ പേയ്മെൻറ്റ് ചെയ്യുക. ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് അവിടെ അതായത് കാണാൻ പറ്റുന്നതാണ് മോഡ് ഓഫ് അഡ്മിഷൻ എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുക, പെർമനൻറ്റ് അഡ്മിഷൻ സെലക്ട് ചെയ്യുക. ചില സമയത്ത് ഇപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ള കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരമായിട്ട് വിദ്യാർത്ഥികൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജുകളിൽ ഈ ജൂലൈ 7-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ മുൻ അലോട്ട്മെൻറ്റിൽ, അതായത് 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടുകയും ഇപ്പോൾ ഈ ഒരു സ്പെഷ്യൽ SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ജനറൽ കാറ്റഗറി ഉൾപ്പെടെ SC/BC, OBH, അതുപോലെ EWS, SC/ST ഇതുപോലെ പല വിഭാഗം വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുന്നതിനായിട്ടുള്ള അവസരം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഓപ്ഷൻ വെക്കുകയും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റ് തന്നെ അവിടെ ഉണ്ടായിരിക്കും. അതേസമയം നിങ്ങൾ നിലവിൽ വേറെ ഏതെങ്കിലും ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് പോകുന്നതും പുതുതായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് അവിടെ ജോയിൻ ചെയ്യേണ്ടതും ആണ്. അതുപോലെ തന്നെ SC/ST വിഭാഗം വിദ്യാർത്ഥികളിൽ നിലവിൽ ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടി നിലവിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുതിയൊരു കോളേജിലേക്ക് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതാണ്. അതേസമയം നിങ്ങൾക്ക് പുതുതായിട്ട് വേറെ എവിടെയും കിട്ടിയിട്ടില്ല, നിലവിൽ ഈ ഒരു
സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് എവിടെയെങ്കിലും ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റും നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനായിട്ട് നിങ്ങൾക്ക് ടാബ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് മെനു ബാറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം റാങ്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. കമ്മ്യൂണിറ്റി മെറിറ്റ് സെക്കൻഡ് ഫേസ് റാങ്ക് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ചില കോഴ്സുകൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങളുടെ റാങ്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പ്രകാരം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലാണ് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ 5ാമത്തെ ഓപ്ഷനാണ്. അതുപോലെ ഇവിടെ ഒരു വിദ്യാർത്ഥിക്ക് 1ാമത്തെ ഓപ്ഷനാണ്, വേറൊരു വിദ്യാർത്ഥിക്ക് 4ാമത്തെ ഓപ്ഷൻ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് സീറ്റാണ് കിട്ടാൻ, അത് നിങ്ങൾ ഓപ്ഷൻ വെച്ചത് ഏതാണോ അതിൽ ഏത് ഓപ്ഷനാണ് കിട്ടാനുള്ള സാധ്യത എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള കോളേജ് അൽ-അമീൻ കോളേജ് എടത്തലയാണ്. അവിടെ BA ഹോണേഴ്സ് എക്കണോമിക്സ് ആണ് സെലക്ട് ചെയ്തത്. അതുപോലെ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും റാങ്ക് ലിസ്റ്റ്, നിങ്ങൾ നിലവിൽ വെച്ച 20 ഓപ്ഷനുകളിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യത, അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റിൽ എവിടെയാണോ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത അവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ടുള്ളത് PWD കോട്ടയുടെ റാങ്കും ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് PD കോട്ടയുടെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. PD കോട്ട റാങ്ക് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ കോളേജ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏത് കോളേജാണോ വെച്ചത് ആ ഒരു കോളേജ്, അതുപോലെ തന്നെ ഏത് കോഴ്സാണ്, അതുപോലെ തന്നെ ആ ഒരു കോഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു PD കോട്ട സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു കോളേജിലെ ആ ഒരു കോഴ്സിലെ ആ ഒരു സ്പെസിഫിക്കേഷനിൽ പ്രത്യേകിച്ച് റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും കോഴ്സുകളിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ട് എങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.